മദ്യനിർമ്മാണം, വിതരണം എന്നതൊക്കെ മറ്റ് പല വൻകിട വ്യവസായങ്ങളെയും പോലെ ഒരു വലിയ വ്യവസായമാണ് ഈ രാജ്യത്ത്, ഇന്ത്യയിലും മറ്റ് പല ലോകരാഷ്ട്രങ്ങളിലും. മദ്യനിരോധനമില്ലാത്ത എല്ലാ നാട്ടിലും മദ്യം നിയമവിധേയമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് അതിന് ഉപഭോക്താക്കൾ അവർ കഴിക്കുന്നു, കൺസ്യൂമേഴ്സ്. ഇന്ത്യയും വിഭിന്നമല്ല. ഇന്ത്യയിൽ മദ്യനിരോധനമുള്ളത് ഗാന്ധിജിയുടെ ജന്മനാടായ ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും നിരോധിത മേഖലയല്ല. മദ്യ വിൽപ്പനകളും മദ്യ വ്യവസായ നിർമ്മാണവും എല്ലാം നടക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്രയും കാലമായിട്ട് കേരളത്തിലൊരു മദ്യ നിർമ്മാണശാലയില്ല. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ എന്തുമായിക്കോട്ടെ. കള്ളുഷാപ്പുകളുണ്ട്, തെങ്ങിയെത്തി കള്ളുണ്ടാക്കുന്നുണ്ട്, പരയെത്തി കള്ളുണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യനിർമ്മാണശാല കേരളത്തിലില്ല. അതായത് ബ്രൂവറി അതുപോലെയുള്ള സംവിധാനങ്ങൾ, മദ്യനിർമ്മാണ സംവിധാനങ്ങൾ. ആകെ ഇവിടെയുള്ളത് ബോട്ടിലിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ ബിവറേജിൽ വഴി കൊടുക്കുന്ന മദ്യമെല്ലാം കേരളത്തിൽ നിർമ്മിക്കുന്നില്ല. കേരളത്തിൽ ബോട്ടിലിംഗ് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കുന്നതൊക്കെ കേരളത്തിന് പുറത്താണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു മദ്യനിർമ്മാണശാല വരുമ്പോൾ, കഞ്ചിക്കോട്ട് പാലക്കാട്ട് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന കോലാഹലം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ ഒരു വികസനവും നടക്കില്ല എന്ന് വാശി പിടിച്ചിട്ട് പ്രതിപക്ഷവും ഇവിടെ കുറേ മാധ്യമങ്ങളും മാപ്രകളും ഇപ്പോൾ ഏറ്റെടുത്തിട്ട് പിണറായി സർക്കാരിനെതിരെ അടുത്തത് തിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റ് പാടില്ല. അയൽ സംസ്ഥാനങ്ങളിലല്ലേ ആവാം, തമിഴ്നാട്ടിലാവാം, DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലാവാം, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാവാം, ആന്ധ്രയിലാവാം, മഹാരാഷ്ട്രയിലാവാം. കേരളത്തിൽ 4 പേർക്ക് ഗുണം കിട്ടുന്ന, 4 പേർക്ക് തൊഴിലല്ല വരുമാനം കിട്ടുന്ന ഒരു പരിപാടി ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഇതാണോ നിങ്ങൾ പറയുന്ന വികസനം മുദ്രാവാക്യം എന്ന് പറയുന്നത്? നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇതിൻ്റെ കണക്കിലേക്ക് വരിക. സ്റ്റാറ്റ്സ് ഡേറ്റ വെച്ചിട്ട് തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക. തമിഴ്നാട്ടിൽ 30-ലധികം ബ്രൂവറികളുണ്ട്. തമിഴ്നാട്ടിൽ 30-ലധികം. കേരളത്തിലെ ഒന്നുപോലും ഇല്ലാത്തടത്താണ് കഞ്ചിക്കോട്ട്. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ഇപ്പോൾ ഒരെണ്ണം തുടങ്ങാൻ ഒരു സ്വകാര്യ കമ്പനി മുന്നോട്ട് വന്നിട്ട് അവിടെ ഭൂമി വാങ്ങിച്ചു. അതിന് വെള്ളം കൊടുക്കാമെന്ന് കേരള വാട്ടർ അതോറിറ്റി സമ്മതിച്ചു. അത് ഭൂഗർഭ ജലം, ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നില്ല. മലമ്പുഴ പോലുള്ള തൊട്ടടുത്ത ഡാമിൽ നിന്ന് അവിടെ വെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന് കേരള വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുക്കുന്നു. അപ്പോഴും പ്രശ്നം. കേരളത്തിൻ്റെ ജലസ്രോതസ് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാധനം പാലക്കാട്ട് വരുന്നു, പഴയ കൊക്കക്കോള പോലെ. അനുവദിച്ചുകൂടാ. ഈ പറയുന്ന ഈ മാപ്രകളും ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളും ഈ പറയുന്നവരുടെയൊക്കെ സ്വന്തം പറമ്പിൽ കുഴൽക്കിണർ കുഴിച്ചിട്ട് ഗ്രൗണ്ട് വാട്ടർ എത്ര ലിറ്ററാണ് ഓരോ ദിവസവും എടുക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും. നിങ്ങൾ എന്താ കാര്യങ്ങൾ കാണാത്തത്? തമിഴ്നാട്ടിൽ 30 ബ്രൂവറീസ് ഉണ്ട്. തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഒന്നുപോലും ഇല്ല. ഇന്ത്യയിലെ ബ്രൂവറികളുടെ തലസ്ഥാനം കർണാടകമാണ്. തമിഴ്നാടിന് തൊട്ടപ്പുറത്ത് കർണാടക, പ്രത്യേകിച്ച് ബംഗളൂരു. തമിഴ്നാട്ടിൽ 30 ഉള്ളപ്പം ബംഗളൂരുവിൽ ചുറ്റുവട്ടത്ത് മാത്രമേ 80-ലധികം ബ്രൂവറീസ് ഉണ്ട്. 80-ലധികം. മനസ്സിലാക്കണം. മഹാരാഷ്ട്രയിൽ 50-ലധികം ബ്രൂവറീസ് ഉണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് ഇതേപോലെ. കേരളത്തിൽ നിലവിൽ ബ്രൂവറികളും മദ്യനിർമ്മാണശാലകളും ഒന്നുമില്ല. അവിടെയാണ് കേരള സർക്കാർ നിയമവിധേയമായിട്ട് ലൈസൻസ് കൊടുക്കണമല്ലോ. ഏത് വ്യവസായം തുടങ്ങുമ്പോഴേ ലൈസൻസ് കൊടുക്കണം. ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനി പഞ്ചാബിൽ, അവർക്ക് 5 സംസ്ഥാനങ്ങളിൽ ബ്രൂവറീസ് ഉള്ള പഞ്ചാബിലെ ഒയാസിസ് ഗ്രൂപ്പാണ് കേരളത്തിൽ കഞ്ചിക്കോട്ട് ഇപ്പം മദ്യനിർമ്മാണശാല ബ്രൂവറി സ്ഥാപിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട്. ആദ്യം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, പിന്നെ വൈന്, പിന്നെ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ, പിന്നെ സ്പിരിറ്റ് നിർമ്മിക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് 2-3 വർഷം കൊണ്ടാണ് ആ ഫാക്ടറി പൂർണ്ണ തോതിലേക്ക് 600 കോടി രൂപ മുടക്കിയിട്ടത് നടപ്പിലാവുക. അപ്പം ഇവിടെ ഇത് പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. കേരളം തകർന്നു പോവും. പാലക്കാട്ട് കഞ്ചിക്കോട്ട് ഒരു ബ്രൂവറി വന്നു കഴിഞ്ഞാൽ, നിർമ്മാണശാല വന്നു കഴിഞ്ഞാൽ കേരളം തകർന്നു പോകും. എന്താ ഇത്? അവര് വെള്ളം ഊറ്റുന്നുണ്ടോ? ഭൂഗർഭ ജലം ഊറ്റുന്നുണ്ടോ? അതൊന്നും വ്യവസ്ഥയിലില്ലല്ലോ.
ഡാമിൽ കിടക്കുന്ന വെള്ളം അവർക്ക് കൊടുക്കുന്നു, അവർ ശുദ്ധീകരിച്ചിട്ട് അല്ലെ വാട്ടർ അതോറിറ്റി ശുദ്ധീകരിച്ച് കൊടുക്കുന്നു, അതിൻ്റെ റേറ്റ് അവർ ഈടാക്കുന്നു, വാണിജ്യ റേറ്റ് ഈടാക്കുന്നു പറയുന്നത്. കൊമേഴ്സ്യൽ റേറ്റ് കൊടുക്കുന്ന വെള്ളത്തിന് വീട്ടിലെ വാട്ടർ കണക്ഷൻ്റെ റേറ്റ് അല്ല, സബ്സിഡി അല്ല, കൊമേഴ്സ്യൽ റേറ്റ് തന്നെ ഈടാക്കിയിട്ടാണ് വാട്ടർ അതോറിറ്റി ഈ പറയുന്ന ഒയാസിസ് ഗ്രൂപ്പിന് വെള്ളം കൊടുക്കുന്നത്. പഞ്ചാബിൽ അകാലിദൾ MLA കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ ബ്രൂവറി, ഈ മദ്യനിർമ്മാണശാല ഒയാസിസ് ഗ്രൂപ്പ്. ഇവർക്ക് ലൈസൻസ് ആദ്യം പഞ്ചാബിൽ കൊടുത്ത ആരാണ്? അമരീന്ദർ സിംഗ് എന്ന് പറയുന്നൊരു വിദ്വാൻ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ലൈസൻസ് കൊടുത്തത്. അന്ന് അദ്ദേഹം ആരുടെ മുഖ്യമന്ത്രിയായിരുന്നു? അന്ന് അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നു? കോൺഗ്രസ്സിലെ. കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി, കോൺഗ്രസ് ഗവൺമെന്റ് പഞ്ചാബിൽ ഭരിക്കുമ്പോഴാണ് അമരീന്ദർ സിംഗ് ഗവൺമെന്റാണ് ഒയാസിസ് ഗ്രൂപ്പിന് അകാലിദൾ MLAക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അവിടെ ബ്രൂവറി മദ്യനിർമ്മാണശാലയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അവർ ബിസിനസ് പല സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ട് 5 സംസ്ഥാനങ്ങളിൽ അവർ ഇപ്പം നിർമ്മാണ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ കമ്പനി ഡൽഹി മദ്യനയ കേസിൽ AAP ഗവൺമെന്റ് ആപ്പിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഈ കമ്പനിയും പെട്ടുപോയി എന്ന് പറയുന്ന ന്യായം ED കേസിന് ഇപ്പൊ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ED രാഷ്ട്രീയ പ്രതിയോഗികളെ കൊടുക്കാൻ ഏതറ്റം വരെയും പോകും. കേന്ദ്ര ഗവൺമെന്റിന്റെ വെറും ചട്ടുകമല്ലേ ED എന്നുള്ള ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ED കേസ് ആര്? VD സതീശൻ VD. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിയായ ED കേസ് നാഷണൽ ഹെറാൾഡ് പത്രം, കോൺഗ്രസിന്റെ മുഖപത്രത്തിന്റെ ദേശീയ പത്രത്തിന്റെ കേസിലെ ഈ VD സതീശൻ EDയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവരിപ്പോഴും കേസിൽ പ്രതികളാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. സ്വത്തുകൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുള്ള കേസിൽ ആരുടെ? നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടികൾ 2000 കോടിയോളം വിലമതിക്കുന്ന സ്വത്തുകൾ അടിച്ചു മാറ്റി ഒരു സ്വകാര്യ ട്രസ്റ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുള്ള കേസ്. അതിൽ ED ഇടപെട്ടിട്ട് ഇപ്പൊ അതിന് VD സതീശൻ ന്യായീകരിക്കുന്നുണ്ടോ? എന്ത് ന്യായമാണ് നിങ്ങളൊക്കെ പറയുന്നത്? ചരിത്രം മറന്ന് സ്വന്തം പാർട്ടി ചെയ്ത കാര്യങ്ങൾ മറന്നിട്ട് VD സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരും പിന്നെ അത് ഏറ്റെടുക്കാൻ കുറെ മാപ്രകളും മാധ്യമങ്ങളും. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ എന്ത് കാട്ടിക്കൂട്ടാവുന്നു? കേരളത്തിൽ ഇതൊന്നും വരാൻ പാടില്ല, ബ്രൂവറി വരാൻ പാടില്ല, മദ്യനിർമ്മാണശാല പാടില്ല. പിന്നെ ഇതിന് പിന്നിൽ വേറെ താല്പര്യങ്ങളുണ്ട്. അതോടെ പറഞ്ഞ വീഡിയോ എന്താ താല്പര്യം? സ്പിരിറ്റ്. ഇപ്പൊ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ട് കടത്തുന്നത് എവിടെ നിന്നാണ്? കർണാടകയിലാണ്. സ്പിരിറ്റ് നിർമ്മാണം കഞ്ചിക്കോട്ട് പാലക്കാട്ട് ഈ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ സ്പിരിറ്റ് നിർമ്മാണം കൂടി അവിടെ ആരംഭിക്കുന്ന ഈ പ്രോജക്റ്റിലുണ്ട്. അപ്പോ ബംഗളൂരു അല്ലെ കർണാടകയിൽ നിന്നോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ള സ്പിരിറ്റ് കള്ളക്കടത്ത് വരെ ഇവിടെ ഇല്ലാണ്ടാവും. സ്പിരിറ്റ് ഇവിടെ കിട്ടും, അത് വെച്ചിട്ട് മദ്യം നിർമ്മിക്കും എന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് സഹിക്കില്ല. കാരണം ഈ സ്പിരിറ്റ് കള്ളക്കടത്തിൽ, കർണാടകയിൽ നിന്നുള്ള കള്ളക്കടത്തിൽ ഏതൊക്കെ നേതാക്കൾക്ക് അവിടെ ഭരിക്കുന്ന പാർട്ടികൾ, CPIM അല്ലല്ലോ അവിടെ ഭരിക്കുന്നത് കർണാടകയില്. അപ്പൊ അവിടുന്ന് സ്പിരിറ്റ് കള്ളക്കടത്ത് എത്രയോ കാലമായിട്ട് നടക്കുന്നു. അതിനൊക്കെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഭരിക്കുന്ന ഗവൺമെന്റുകളല്ല. ആരാ അവിടെ മാറി മാറി ഭരിച്ചത്? CPIM ആണോ അവിടെ ഭരിച്ചത് കർണാടകയിലെ? കോൺഗ്രസും BJP മാറി മാറി ഭരിച്ച സംസ്ഥാനമല്ലേ? അപ്പൊ അവിടുന്നുള്ള കടത്ത് കുറയുമ്പോ കാശ് കുറയുമ്പം വരുമാനം കുറയും. ആർക്ക്? ചില രാഷ്ട്രീയക്കാർക്ക്. അതിൻ്റെ അത് CPIM ആരും ഉണ്ടാവില്ല. പിണറായി സർക്കാരിന് അതിനകത്ത് വേറെ പങ്കുമില്ല. കാശ് കുറയുന്നത് ആർക്കാണ്? ഊഹിച്ചാൽ മതി. VD സതീശൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. അല്ലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം സംഭവം എന്താണെന്ന്. അപ്പൊ ഈ ചുരുക്ക് വന്നത് പ്രശ്നം അതാണ്. കേരളത്തിൽ ബ്രൂവറി പാടില്ല, കേരളത്തിൽ മദ്യനിർമ്മാണശാല പാടില്ല. അത് ഇവിടുത്തെ ജലത്തെ മുഴുവൻ ഊറ്റിയെടുക്കും. കുഴൽക്കിണർ കഴിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങ് അടിച്ച് വെള്ളം കളയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് രാഷ്ട്രീയമാണ് VD സതീശ, മിസ്റ്റർ പ്രതിപക്ഷ നേതാവേ? ഈ സ്പിരിറ്റ് കള്ളക്കടത്തിന് അറുതി കൂടെ വരുന്ന ഒരു പ്രോജക്റ്റാണ് കഞ്ചിക്കോട്ട് വരാൻ 600 കോടി രൂപയുടെ പ്രോജക്റ്റ്. അതിനെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുക കുറെ രാഷ്ട്രീയക്കാര്, VD സതീശന്റെ നേതൃത്വത്തിൽ കുറെ മാപ്രകള്. നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണ് ഈ മാപ്രകൾ ഈ കണക്കുകൾ പറയും? ഞങ്ങൾ ഈ പറഞ്ഞ ഈ കണക്കിനെ ധിക്കരിക്കാൻ തള്ളിക്കളയാൻ കഴിയുമോ? കുറെ പേർക്ക് ജോലി വരുമാനമൊക്കെ കിട്ടുന്ന ഒരു പദ്ധതിക്ക് അട്ടിമറിക്കുക. ഇതുപോലെ പലതിനെ അട്ടിമറിക്കാൻ നോക്കി. കേപ്പോ, ഗെയിൽ, അതുപോലെ ദേശീയപാത വികസനം, ഇങ്ങനെ പലതും വിഴിഞ്ഞം
ഒക്കെ പലതും അട്ടിമറിക്കാൻ ഇവിടെ കൂട്ടുകൂടിയില്ലേ ഇവിടുത്തെ പ്രതിപക്ഷവും കുറച്ച് മാധ്യമങ്ങളും മാപ്രകളും ഇതെല്ലാം നടപ്പിലായി വരുന്നു. അപ്പൊ സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ അടുത്ത പിടിച്ചിരിക്കുക കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണം പാടില്ല. പൊതുബോധം ഉണരും, പരിസ്ഥിതി പ്രേമികൾ ഉണരും. വിഴിഞ്ഞത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ പൂവാർ കപ്പൽശാല വരില്ല എന്ന് പറഞ്ഞ എന്താണ്? അവിടെയും പരിസ്ഥിതി ബോധം ഉണരും, മറ്റേതുണരും, മറിച്ചതുണരും. ആരോപണങ്ങൾ, സ്ഥലമേറ്റെടുക്കല്, സമര പരമ്പര, ബഹളം വരും. ഈ നാട്ടിൽ ഒന്നും നടക്കാൻ സമ്മതിക്കാത്ത ആരാണ്? അതൊന്നും പ്രതിപക്ഷം, രണ്ടിടത്തെ മാപ്രകൾ, ചില നിഷിദ്ധ താല്പര്യങ്ങളുള്ള മാധ്യമ സ്ഥാപനങ്ങൾ. അത് ആരൊക്കെയാണെന്നറിയാമല്ലോ. എന്തുകൊണ്ടാണ് പത്രത്തിന്റെ സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ഈ പുതുവർഷത്തിലും പിന്നെ കൂപ്പുകുത്തി താഴേക്ക് പോയത്? ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങള് പത്രങ്ങൾ വായിക്കുന്നത് നിർത്തി തുടങ്ങി. ജനങ്ങള് ന്യൂസ് അവർ കാണുന്നത് നിർത്തി തുടങ്ങി. നുണ, കള്ളം, അസത്യപ്രചാരണം, കള്ളങ്ങൾ പ്രചരിപ്പിക്കുക ഒക്കെ ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റേറ്റിംഗ് കുറഞ്ഞു. ആ റേറ്റിംഗ് കുറഞ്ഞതിന്റെ പുതുവർഷ കണക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഇത് നീണ്ടുപോകും, അതുകൊണ്ട് ക്ഷമിക്കുക.